രാവിലെ ബർഗർ കഴിക്കണം, 2 ദോശയും കഴിച്ചായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ലാർജസ്റ്റ് ഔട്ട്ഡോർ ആർട്ട് വർക്ക് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. കാണപ്പോണ് നമ്മൾ നടന്നിരിക്കുന്നത് സഫാരിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാവും. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഖത്തർ നേരമ്പോക്ക്. നമ്മൾ ഇന്ന് രാവിലെ എവിടെ പോകണത്? സെക്രട്ടറിയിൽ പോവാണ് കേട്ടോ. എന്നൊരു ഫുൾ ഡേ, ഒരു ഹാഫ് ഡേ പ്ലാൻ ആണ്. ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബർഗറും അതിന്റെ ഒപ്പമുള്ള ഫ്രൈസും പിന്നെ ഒരു സൈയും കൂടിയാണ് കേട്ടോ ചെറു കഴിക്കുന്നത്. നമ്മളെല്ലാരും തന്നെയാണ് കഴിക്കുന്നത്. മമ്മി എന്താ കഴിക്കുന്നത്? രാവിലെ ബർഗർ കഴിക്കണം, 2 ദോശയും കഴിച്ചായിരുന്നു. ഓക്കെ, ഇവിടെ എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ പോണ വഴി കാണാം. എനിക്ക് ചിലപ്പോ സെറ്റ് ആവത്തില്ല. ഒട്ടും വയ്യല്ലേ? അല്ല, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അതിലുള്ളവരൊക്കെ വരുന്നുണ്ട്. പോയിട്ട് ബീച്ച് ചെയ്യാൻ പോയിട്ടില്ല. ഇല്ലില്ല, പോയിട്ടില്ല. ബീച്ച് നല്ലതാണ്. പിന്നെ നമ്മളീ പോകുന്ന ബ്രൂക്ക് ഫെസ്റ്റിവൽ സെക്രീത്തിന്റെ അടുത്താണ് കേട്ടോ. അതായത് ദോഹയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറത്തെ ഡ്രൈവ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകുന്ന വഴികൾ കൂടുതലും വിജനാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് ആൾക്കാർ വരൽ കുറവാണ്. അപ്പോൾ നമുക്കിവിടെ ആനിമൽസിനെയൊക്കെ വളർത്തുന്നത് കാണാവേ. അതുപോലെ തന്നെ അധികം ഉപയോഗിക്കാത്ത വീടുകളും പഴയ ഖത്തറി സ്റ്റൈൽ വീടുകളൊക്കെ ഇവിടെ കാണാം കേട്ടോ. ഇത് സെക്രീത്ത് ബീച്ചാണ് കേട്ടോ. നമ്മൾ ഇവിടെ വരെ എന്തായാലും വന്നല്ലേ, അപ്പോൾ ഈ ബീച്ചിൽ കൂടി ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, വെള്ളം ഇറങ്ങിപ്പോയി കേട്ടോ. വെള്ളം ഇറങ്ങിപ്പോയിട്ട് അവിടെ ചെളി മാത്രമേ, അപ്പോൾ അവിടെ ഒരു രസമില്ല കാണാൻ. അതുകൊണ്ട് നമ്മൾ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാണ്. പൊക്കം കുറവാണ്, ചെറുതായിട്ട്. സത്യം തുടക്കമെല്ലാം നീ 3 ഭാഗത്ത് സത്യമാണ് അല്ലേ? അതെ. ചെയ്ത് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടി അതേ കണക്കില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും. ഇത് വേണ്ട, ക്ലീൻ ചെയ്തിട്ടിരിക്കുക. ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, ഇവിടെ വന്നില്ല. 2-3 കിലോമീറ്റർ. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. മൊത്തം സെക്യൂരിറ്റി അകത്ത്. നമ്മളിവിടെ റിച്ചാർഡ് വന്നേക്കാണ് കേട്ടോ. തണുപ്പുണ്ടല്ലേ ചേച്ചി? എനിക്കിങ്ങനെ തണുപ്പോന്നല്ലോ. എനിക്ക് തോന്നുന്നുണ്ട് ഉച്ച സമയമാണ്, പക്ഷെ എന്നാലും തണുപ്പുണ്ട്. ഇതാണ് 9:30. ഇതാണ് ഇതിന്റെ സംഭവം. ഇങ്ങനത്തെ ഉണ്ടോ, അങ്ങോട്ടുണ്ട് കിലോമീറ്റേഴ്സ്, ഓരോ കിലോമീറ്റേഴ്സ് അകലത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ലാർജസ്റ്റ് ഔട്ട്ഡോർ ആർട്ട് വർക്ക് ആണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. റിച്ചാർഡ് സെറ എന്നാണ് ഇതിൻ്റെ പേര്. സ്റ്റീൽ പ്ലേറ്റ്സ് ആണ് കേട്ടോ വച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര ടോളാണിത്. അവരവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ, ഇത് ഭയങ്കര 15 മീറ്റേഴ്സ് ടോളാണ് കേട്ടോ. കുറച്ചുണ്ട്, ഇത് ഒരെണ്ണം അല്ല, അങ്ങോട്ട് കുറച്ചുണ്ട്. കുറച്ച് ഡിസ്റ്റൻസിൽ ഓരോന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത്രയും ടോളാണിത്. ലൈസ്, നമ്മൾ ഇതിനു മുമ്പും ഇവിടെ വരാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇത് ഓഫ് റോഡാണ്. ഇവിടെ കൂടി റോഡൊന്നുമില്ല. പക്ഷേ ഈ ബ്രൂക്കിൻ്റെ വന്നതുകൊണ്ട് അവിടെ കൂടി റോഡ് ഇട്ടത് കൊണ്ട് നമുക്കിപ്പോൾ വരാൻ പറ്റിയതാണ്. യെസ്, തുരുമ്പ് എടുക്കുന്നുണ്ട്. അടിയിൽ തുരുമ്പെടുത്ത് പോകുന്നുണ്ട്. നല്ല സോളിഡ് ആണ്, പൊള്ളയല്ല. ഇത് വെയിറ്റ് ആയിരിക്കും, ടൺ കണക്കല്ലേ.
നമ്മളിനി അങ്ങോട്ട് പോകണ്ട, നമുക്ക് ബുറൂക്കിലൊക്കെ പോകണം. പക്ഷെ പോകണ വഴി നമുക്ക് ബാക്കിയുള്ളതും കൂടി കാണാൻ പറ്റും. അങ്ങോട്ട് പോവാം. ഈ ആൾക്കാർ ഇവിടെ വന്നിട്ട് എഴുതി ശരിയാണ്. അത് പറയാൻ വേണ്ടിട്ട് അവര് ഉണ്ടോ? അതെ, നമ്മളിപ്പോൾ ഇത് ലാസ്റ്റത്തെയാണ് കേട്ടോ, വന്നിട്ട് ലാസ്റ്റത്തേലെത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ മണ്ണിൻ്റെ ഒരു മല പോലെ ഉണ്ട് ഇങ്ങനെ കണ്ടോ. അപ്പോൾ നമ്മളവിടെ കണ്ടപ്പോഴത്തേക്കൊന്ന് നിർത്തിയതാണ്. ഇതാണ് കേട്ടോ, അതിൻ്റെ ചുറ്റിനുള്ളതാണ് നമ്മൾ വന്ന കാറാണ്. ഈ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ മല പോലെ ഉണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി ഫുള്ള് ഇങ്ങനെ ഡെസേർട്ടാണ്. ഇങ്ങനെ കുറേ പോയപ്പോഴത്തേക്കും അറ്റത്തായിട്ടൊരു ബ്ലാക്ക് ലൈൻ പോലെ നമ്മൾ കണ്ടിട്ടോ. അപ്പോൾ അത് എന്താണെന്ന് അറിയാനായിട്ട് നമ്മൾ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ ഇതുപോലെ വെള്ളം ഇറങ്ങിപ്പോയിട്ട് ചെളിയായിട്ട് അത് ഫുള്ള് ഡ്രൈ ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നേ. അധികം അകത്തേക്ക് പോകാൻ പറ്റില്ല, കാരണം നമ്മുടെ വണ്ടി പൂഴ്ന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ കൂടി നമ്മൾ ഓടിച്ച് അതൊന്ന് കണ്ടിട്ട് പിന്നെയും തിരിച്ച് നമ്മൾ പോവാം കേട്ടോ ബ്രൂക്ക് ഫെസ്റ്റിവലിലേക്ക്. കുറവ് എന്താന്നറിയില്ല ഇവിടെയൊക്കെ. നാട്ടില് പോണ പോലെ ഇവിടെ ആരും ഫുള്ള് ക്ലോസ് ആണ്. അല്ലെങ്കിൽ ഖത്തർ ഫിലിം സിറ്റി ആണ് കേട്ടോ ആ കാണുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് നടക്കാണ്. ഖത്തർ ഫിലിം സിറ്റി ആമേ. നമ്മൾ റാമോജി ഫിലിം സിറ്റിയിലൊക്കെ പോയിട്ടുണ്ടല്ലേ, ഹൈദരാബാദ്. യെസ്, ഇപ്പോൾ ഖത്തർ ഫിലിം സിറ്റിയിലോട്ട് പോവാം. കാറുണ്ടോ? ചർച്ച് എടുത്ത് നല്ല കാറിന് ഇതുണ്ടോ. നമ്മളിത് ഫിലിം സിറ്റിയുടെ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ 2 കാറൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അവരവിടം വരെ എത്തി, നമുക്ക് അങ്ങോട്ട് കയറാം. ഇഷ്ടപ്പെട്ടോ അമ്മേ? നമുക്ക് വന്നിട്ട് എടുത്തുകാല അവര് പോയി കണ്ടോ. നമ്മൾ ഫിലിം സിറ്റിയാണ്, ഡെസേർട്ട് അങ്ങോട്ട് ഇനി ഗ്ലാമിങ്ങിലും പോകണേ. സഫാരിക്ക് പോവാണ് കേട്ടോ. ഈ ഫിലിം സിറ്റിയിൽ വരുമ്പോൾ ഇവിടെ ഫ്രീ സഫാരിയാണ്. നമ്മൾ ജിമ്മിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മിയും ചേച്ചിയും ബാക്കിൽ ഇരിപ്പുണ്ട്, ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. നമ്മൾ പോവാണ് കേട്ടോ. അറ്റത്തുണ്ട്. It's bit far away. It's even hard to spot. It's really far. ശരിക്കും പറഞ്ഞാൽ അവിടെ മാനും ഒറിക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ നെറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ക്യാമറയിൽ കാണാൻ പറ്റാത്തതാണ്. ശരി, നമ്മുടെ കണ്ണിലത് കാണാം. കലമാനോ ഓസ്ട്രിച്ചിനെ കണ്ടോ അവിടെ? പക്ഷേ അല്ലേ ചെറുതായിരുന്നു. അതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലുതാണ്ടാവും. വെള്ള കളറാണ് ഭക്ഷണം കണ്ടോ ഇവിടെ? എയർപോർട്ടിലൊന്നും ഇല്ലാത്തോണ്ട്
ഒറിക്സ് ആണ് കേട്ടോ. വൈറ്റ് കളർ പിങ്ക് ലിപ്സ് അല്ലേ അവരാണ് കേട്ടോ പച്ച ജീപ്പിൽ ഫ്രണ്ടിൽ പോകുന്നത്. അവർ 3 പേരും ഒരു കാറിൽ, നമ്മൾ 3 ആളും ഒരു കാറിലാണ് കയറിയിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഹോണാണ് ഇതിന്. ഞങ്ങളെല്ലാരും കൂടെ നടക്കാണ്. എങ്ങോട്ടാ നടക്കുന്നത് നമ്മള്? മലയാളീസ് തന്നെ എല്ലാരും നമ്മൾ നടന്നിരിക്കണേ കൊള്ളാം. ഞങ്ങൾ ഓസ്ട്രിച്ചിനെയൊക്കെ കണ്ട്, ഓസ്ട്രിച്ച്, ഒറിക്സ് അങ്ങനെ എല്ലാം കണ്ട്. നടന്നു പോയി കാണാൻ കുഴപ്പമില്ല. വെയിലുണ്ടെങ്കിലും തണുപ്പില്ല. ഇവിടെ ഇങ്ങനെ ഒരു ഹൈറ്റിലൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആണോ? ഓസ്ട്രിച്ചിനൊക്കെ ഉണ്ടോ? വെയിലില്ലാത്തപ്പോ നല്ലായിരുന്നു. വെയിലൊന്നും ഒട്ടകത്തിനെ കാണണ അവിടെ ഒട്ടകം പോകുന്നുണ്ടാ. ഇതിന്റെ പൊക്കത്ത് കയറി എന്നിട്ട് നമ്മള് നോക്കിയത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര കാറ്റ്, മുടിയൊക്കെ പറഞ്ഞു. കോഴികളൊക്കെ വളർത്തി ഇട്ടേക്കാണ് കേട്ടോ. താറാവുകളൊക്കെ ഉണ്ട്. പല പല ടൈപ്പ് ഉണ്ടല്ലോ ഇവിടെ. താറാവുണ്ട് കണ്ട, അതിൻ്റെ മൂക്കിൽ ഒരു റെഡ് കളർ ഉണ്ടോ? പല ടൈപ്പ് ഉണ്ട്. ഒരു രീതിയിൽ നമുക്ക് ഈ ഒട്ടകത്തിനെയൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നതാണ് കേട്ടോ. എന്നുവെച്ചാൽ അത് നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്താന്ന് തോന്നുന്നു നമുക്ക് അതിന് ഒട്ടകത്തിന് കയറി റൈഡൊക്കെ പോവാം. ഇവിടെ ഇങ്ങനെ കുറച്ച് വെയിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഫ്രണ്ടിൽ നടക്കുകയാണ് കേട്ടോ. ഉണ്ടോ? ഷീപ്പാണ്. എല്ലാം കൂടെ ഒറ്റടുത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്കൊരു ആട്ടുംകുഞ്ഞുണ്ട് എൻ്റെ അടിയിൽ. അതിൻ്റെ അടിയിൽ ഒരെണ്ണമുണ്ട്. നോർമൽ ആടാന്ന് തോന്നുന്നു, പക്ഷെ എൻ്റെ അകത്ത് നിൽക്കണം. എല്ലാവർക്കും തോന്നുന്നു വേസം നോർമൽ ആടെയാണെന്ന് തോന്നുന്നു. എൻ്റെ ഒപ്പം പൈസയൊക്കെ അവിടെ ഉണ്ടോ നോക്കിയപ്പോൾ പോണി പോടാ പോയ. ഞാൻ കയറണമെന്നില്ല, മമ്മീനെ ഇതിൽ കയറ്റണമെന്ന്. പോണി അവിടെ വലിയ ഹോഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് പിള്ളേരുടെ പാസ് എടുത്തിട്ടുണ്ട് കേട്ടാ. ജെറി കുതിര കയറാൻ പോണെന്നാ ജെറി. ജെറി അവിടെ കയറി റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഹോഴ്സിൽ കയറാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ അറ്റത്തുള്ള വൈറ്റ് ഹോഴ്സിൽ നിന്ന് ഫ്രീ ഉള്ളൂ. ബാക്കിയൊക്കെ ഇന്നലെ ഭയങ്കര റൈഡാക്കിയിട്ട് തൊലിയൊക്കെ പൊട്ടിയിരിക്കുക. ഏറ്റവും അറ്റത്തെയാണ് നമ്മൾ എടുക്കുന്നത്.
കേറിയിട്ടുണ്ട്. اوكي فور سيفتي يلا ايوه ظبط يلا اجربوها بخاطر ايوه جربنا هنا ايوه പിടിച്ചടാ ഇത് പറഞ്ഞോളെ. ചരിഞ്ഞു പോണ്ട്. ഇടയ്ക്ക് ഒട്ടകളൊക്കെ കുഴപ്പമില്ലട്ടാ. ജെറീന അവര് ഓടിക്കുകയാണ്. ടെൻഷൻ ആവണ്ടോ ഒരു അയ്യോ ചരിഞ്ഞു ഈ വീടാണ് ണ്ട് പോക്കോക്കി ഒരു സൈഡൊക്കെ ചരിഞ്ഞുകൊണ്ട് സമാധാനം കിട്ടുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു കയറി? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആണെങ്കിൽ. അല്ല പഴയ ക്യാമറയും കാസറ്റുകളും ഒക്കെ ഉണ്ട് ഫോർ സെയില്. ആന്റിക് ഹോം കണ്ടോ? എന്താന്ന് വാങ്ങായിരുന്നല്ലേ? ഇതൊരു ആന്റിക് സ്റ്റോറാണ് ഇവിടെ ഉള്ളത് കേട്ടോ. കുറെ പിക്ചേഴ്സും ഡ്രോയിങ്സും ഒക്കെ ഉണ്ട് ഇവിടെ. എന്താ പഴയ മൊബൈൽസ് ഒക്കെ. ഓരോന്നൊക്കെ വെച്ചേക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ഇങ്ങനത്തെ ഇട്ടുകൊടുക്കുന്ന കോട്ടും ഒക്കെയാണ്. ഉണ്ടോ അവിടേക്ക് ഇങ്ങനെ കുറേ എന്താണെന്നറിയാവോ സിംന? എന്താണെന്നറിയാവോ? ജസ്റ്റ് കാണിക്കണം ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത്. നമ്മൾ ഫിലിം സിറ്റി മൊത്തം കണ്ടു. ഫിലിം സിറ്റിയിൽ നിന്ന് ഇറങ്ങുകൊണ്ട് നമ്മൾ പോകുന്നത് ബുറൂക്കിലേക്കാണ്. ഇത് ബഞ്ചി ജമ്പിങ് സിപ്പ് ലൈനൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ വന്നേക്കും കേട്ടോ. അതെ ചാടി നോക്കി ചേച്ചി ഇരിക്കും. വേണോ? ചിലപ്പോ കാറ്റത്ത് വീഴാൻ ചാൻസ് ഉണ്ട്. കാറ്റ് പിടിക്കും. പിടിച്ചിട്ട് പോലും ഇല്ല. ഇതിന്റെ ഡബിൾ ഹൈറ്റിൽ ഞാൻ നോക്കുമ്പോ എയറില് ഫോൺ കൈ പിടിച്ചേക്കാം. നല്ല കാറ്റ്, അതിൽക്കൊട്ടും പേടിയില്ല. ഇത് വളരെ ചെറിയ സിപ്പ് ലൈനാണ്. ഭയങ്കര സിമ്പിൾ എന്നൊക്കെ.
welcome to Asabro. Thank you. ഞാനും പുറത്തു ഇതുണ്ടോ, ഞാൻ സിപ്പ് ലൈനൊക്കെ കഴിഞ്ഞ് താഴേക്ക് വന്നേക്കുണ്ടോ. ഇവിടെ ഇതുപോലത്തെ ഒരു സ്പേസ് ഉണ്ട് റെസ്റ്റ് എടുക്കാനായിട്ട്. അവരവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയാണ്. ഞങ്ങളിവിടെ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യുവാണ് ഞങ്ങളെല്ലാവരും. ഉണ്ടോ ഇരുന്നോ അല്ലേ? പിന്നെ അതെന്തൊക്കെ ഗെയിംസ് ഉണ്ടെന്ന് തോന്നല്ലേ? ഇവിടെ കേട്ടോ നമ്മൾ ഇത്രയും നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ സിപ്പ് ലൈൻ ചെയ്തത്. ഇതൊക്കെ ഇങ്ങനെ ഓരോ റെസ്റ്റിംഗ് ഏരിയാസും ഗെയിമിങ് ഏരിയാസും പ്രെയർ ടെൻസൊക്കെയാണ്. നമ്മൾ നടക്കുകയാണ്. ഇനി കുറച്ച് അങ്ങോട്ടേക്ക് പോയി അവിടെയൊക്കെ എന്താന്ന് നോക്കാനായിട്ട് നടക്കുകയാണ്. എല്ലാം പറക്കിക്കൊണ്ടുവരൂ. അല്ല ബ്ലൂ ഇടണം, റെഡ് എല്ലാം അങ്ങോട്ട് ഇടണം. 4 ഇന്നാലാണ് കളി ജയിക്കുന്നത്. പോയിന്റ് ഇടുന്നത് സെക്കൻഡ്. ഓക്കെ ജസ്റ്റ് മിസ്. ചെറിയ വെയിറ്റ് എല്ലാം ബോഡി പോലും കണ്ടത് ബോഡി പോലും ഒരുമിച്ചറിയാം. ഓരോന്നോരോ നിങ്ങളുടെയൊക്കെ അവിടം വരെയെങ്കിലും വന്നല്ലോ. എന്റെ വേറെ ദിശയിലാണ്. കുറച്ചും കൂടെ അല്ലേ നേരത്തെ. ഇതിന് ഇതില്ല, വെയിറ്റ് ഇല്ലോട്ടോ. ഇങ്ങനെ കൊറേ ഗെയിംസ് ഉണ്ട് കേട്ടോ. എല്ലാരും കളിക്കുന്നുണ്ട് ഓരോന്ന് ഗെയിംസ് ഒക്കെ കളിക്കണാണ്. ആ ജെറിന് അവിടെ നിന്ന് ഇൻസ്റ്റൊക്കെ വീഡിയോ എടുക്കാണ്. പിടിച്ചില്ലേ? വാവ്. ചാടിക്ക ഐസ്, ഐസ് ചാടിക്ക. ടയേർഡായതാ. ട്രാംപോളിൻ ചെയ്യാണ് കേട്ടോ ഇതൊക്കെ. ഞാനൊന്ന് ചേച്ചിക്ക് ഈ വണ്ടി ഓടിപ്പിക്കണ ചേച്ചിക്ക് പറ്റിയ വണ്ടി ഓടിക്കണം കേട്ടോ. അത് അയാളാണ് കണ്ടോളണ. കൊള്ളാം ചേച്ചി. കൃഷി ഇഷ്ടപ്പെടുന്നതിലൊക്കെ കൊണ്ടിട്ടല്ലേ. നല്ല ഫണ്ണാണത്. അയ്യോ ണ്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ തിയേറ്റർ പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ നൈസ് ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. അടിപൊളി. ഇവിടെ ഇങ്ങനെ ഒരു കോട്ട് ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ മരുഭൂമിയിൽ. അപ്പൊ നമുക്ക് കളിക്കാം. ഇത് ഫേസ് പെയിന്റിങ് ഏരിയ ആണ് കേട്ടോ. ഇതാണ്
ആ നമ്മ തളർന്ന് പറഞ്ഞ ഭയങ്കര വെയിലാണ്. ചെറിയ ആളും കൂടെ വരണുണ്ട്. ഉണ്ടോ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. നീ തന്നെയാണ് ബീജം പാടുന്നത്. അപ്പോൾ നമ്മൾ വന്ന കാറാണ് കേട്ടോ ഇത്. നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു 4 മണിയൊക്കെ ആയിട്ടോ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴത്തേക്കും. വെളുപ്പിനെ പോയതല്ലേ, പിന്നെ ഒരുപാട് നടന്നിട്ട് എല്ലാവരും തന്നെ ടയേർഡായി. ഞങ്ങളിതേ ഫുഡൊക്കെ കഴിക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്തായിട്ട് തന്നെ സഫാരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. സഫാരിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് സാധനങ്ങളൊക്കെ കൊണ്ട് പോവുകയാണ്. സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട്. സൺ സെറ്റ് ടൈമായി കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.